everyone, this is Shweta. My name is Inder and welcome to our channel. It's time for Tudram. Next scene, let's watch it. Let's watch it. Okay. കൂടെ ആരെയും നിർത്തത്തില്ലല്ലോ. നിങ്ങൾ മരുന്നൊക്കെ കറക്റ്റായിട്ട് കഴിക്കണേ, ആരോഗ്യം നോക്കണേ. നിങ്ങൾക്ക് എന്ത് പറ്റി? സുഖമില്ലേ? ഒന്നുമില്ല. Something has happened, I guess. Police station. What happened all of a sudden? क्या हो गया? ഇരുന്ന് കുറുകാണ്ട് കാര്യം നടക്കും. ലവനെ എന്റെ കണ്ണടിച്ച് പൊട്ടിച്ചിട്ടാണ് ഇറങ്ങി ഓടിയത്. അപ്പൊ നിങ്ങൾ പറയുന്ന പോലെ വിചാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. തന്റെ വർക്ക്ഷോപ്പിലല്ലോ ആ കൊച്ചുകൾ പണിക്കുന്നത്. वर्किंग अच्छा वो जो शायद से गाड़ी ठीक कर रहा था वो. പണി പഠിക്കാൻ വന്നതാ സാറേ. കൂട്ടുന്നവനും ഒക്കെ പെടും. കുറച്ച് കാലായി ഇത് വളർക്കണമെന്നൊക്കെ ഇറങ്ങാൻ. അത് എന്റെ വണ്ടിയാണ് സാർ. നീ ഏതാടാ സാർ? ഞാൻ കോഴിയാ ഷൺമുഖം. നിന്റെ ടാക്സി പെർമിറ്റ് എവിടെടാ? ആ ആക്രി വണ്ടിക്ക് ആരല്ല ടാക്സി പെർമിറ്റ്? ആ വേട്ടമലയെ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? This guy, he did something. Now smuggling, na? ഈ തൊലിച്ച് നിൽക്കുന്നവനെ കണ്ട? Okay. കോട്ടയത്തും തിരുവല്ലയായിട്ട് 8-10 കഞ്ചാവ് കേസ് കഞ്ചാവ് എന്താ മനസ്സിലാവില്ലേ? പറയുന്ന മനസ്സിലാവില്ലേന്ന്. ഈ കോട്ടയിൽ എന്ത് പെങ്ങടെ കല്യാണം? ഓ ലീവിന്റെ കാര്യം. പെങ്ങടെ കല്യാണല്ലേ? തലേന്ന് പോയാ മതി. अरे seriously? സാറേ, CI സാറിനോട് വേണേ ഞാൻ സംസാരിക്കാം. ആ പുറത്ത് കിടക്കുന്ന ആക്രി പിടിച്ചത് ഞാനാ. ഇൻസ്പെക്ടർ ഇല്ലാത്തപ്പോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി എല്ലാവർക്കും പോവാം. സാറേ ഞാൻ പണിയാ. എന്നോട് ഇത് കാണിക്കലായിരുന്നു കുട്ടിച്ച. പിന്നെ പാർട്ടി ഞാൻ ഓർത്തത് ശരിക്കും. നിങ്ങൾ എന്തോർത്തു? എന്താ തോർത്തു നിങ്ങൾ? നടക്കൂലോ. എന്താ തരൂല സാറേ? എന്റെ കാർഡ് കിട്ടൂല സാറേ. खड़ों से पर उसको मारा भी है ना पुलिस वाले को. उसकी कार फंस गई. अरे रे. कैसा लगता है ना? നമ്മളോട് ചെയ്തല്ലോടാ. നീ എന്തേയും ഞാനെന്തേയും നമ്മുടെ വണ്ടി എന്തേയും. പണ്ടെന്നെ കണക്ക് ഒഴിച്ചൊരു സാറുണ്ട്. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോ അയാൾ എവിടെന്നെങ്കിലും കയറി
ചിരിച്ചാലും കുടിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം. ഉത്തരം കിട്ടൂല, പുറത്തും നിർത്തും, നാണവും കിട്ടും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചിരിക്കുന്നു? പിക്കിൾ ഫ്ലവർ UP സ്കൂൾ റാന്നി. വീട്ടിലുണ്ട് തിരുവല്ലയില്, നമുക്ക് നോക്കാം. Okay. हाँ ना, उसको पकड़ के दे दो, शायद गाड़ी मिल जाए. ഇവിടെ അല്ല, അമ്മയുടെ ഗർഭപാത്രത്തെ വിളിച്ചിരുന്നാല് മണിയന്റെ വീട് ഇതല്ലേ? മണിയന്റെ വീട് ഇതാണോ? ആ നാരയുടെ പേര് പറഞ്ഞ് ഒരുത്തനെയും മുറ്റത്ത് കയറിയേക്കത്. അവൻ ചത്തു ചത്തു ആ കഞ്ചാവ് ഒഴുകി ചത്തു. ചേട്ടായി, ഞങ്ങള് റാന്നിക്കാരാണ്. അതായത് ഈ പാവപ്പെട്ടവന്റെ കാർ കൊണ്ടാണ് നിങ്ങളുടെ വണ്ടി വിട്ടുതരുള്ളൂ. അതുകൊണ്ട് അച്ഛൻ അവനൊന്ന് ഉച്ചിത്തരാം. ആഹാ, അത് ശരി. അയ്യോ, അയ്യോ, अरे रे रे. ഇതിനെ കൊണ്ട് കള്ളം കഞ്ചാവ് നശിപ്പിച്ച് അന്വേഷിച്ചു തന്നിരിക്കുന്നു. അഴകി പോടാല തന്റെ വർഷവും ഞാൻ തീർന്നു. മണിയന്റെ അമ്മ, എന്റെ വണ്ടി ഒന്ന് Stuck यार. Itchy. പെർമിറ്റ് ഇല്ലാത്ത വണ്ടി ഇങ്ങനെ വിട്ടു കൊടുക്കുക. എനിക്കൊക്കെ അങ്ങനെയാണ് കുടിച്ചോ സാറേ, വണ്ടിയിൽ എത്രയല്ല കഞ്ചാവാ പൊക്കി. കിലോ കണക്കൊക്കെ ഞാൻ കൃത്യമായി കോടതി ബോധിപ്പിച്ചാ പോരെ ലാലി? അത് മതി. ലാലി വെറുതെ ചോദിച്ചു എന്നുള്ളതാ. ലാലി ചെല്ല്, അപ്പൊ ജയിക്കും ലാൽ സാർ. അവിടെ ഇല്ല. അതെ ശ്യാം സാറേ, സാറേ ഇതിങ്ങനെ വല്ല കേസാക്കിന്റെ കാര്യമുണ്ടോ? ഈ ഇതങ്ങേക്ക് വീട്ടിൽ 400 ഗ്രാം എന്തെങ്കിലും കൂടെ തുറക്കാം. Okay. അതെ, ഇത് കേമാർക്ക് എവിടെ കിട്ടുന്നില്ല. നമുക്കൊന്നും കിട്ടുന്നില്ല. കാറ് പൈസ ഇറക്കണ്ടേ? അല്ല നടക്കൂലേ? കാശിന് ലാലി ഇവിടുന്ന് മനസ്സിലാക്കിയ അനുസരിച്ച് കാറിൽ 500 ഗ്രാമിൽ താഴെ അതുപോലെ 850 ഗ്രാമിൽ താഴെയാണെങ്കിൽ വണ്ടി പിടിച്ചു വെക്കാൻ Okay. അവകാശമില്ല അല്ലേ? ഇങ്ങനെ എവിടെ നിന്ന് എന്തൊക്കെയോ ആലോചിക്കുന്നത് നമ്മളെ പഠിപ്പിക്കാതെ അതമ്മ വലിയതായില്ല അല്ലേ? നമുക്ക് ഇവരെ കൊണ്ട് കുറച്ച് പൈസ മുടക്കിച്ചതേ ഈ പ്രശ്നം ഒതുക്കി തീർക്കാം. എന്താ പറയുക? ഈ പൈസ എന്ന് പറഞ്ഞാൽ എത്ര പൈസ വേണ്ടി വരും? പൈസ എന്ന് പറയുമ്പോൾ അങ്ങനെ കാര്യമായിട്ടൊന്നും വരികയില്ല. അതായത് ഇൻസ്പെക്ടർക്ക് ഒരു 10 രൂപ പിന്നെ വണ്ടി പിടിച്ചാൽ ഈ ചിമ്പൻസിൽ അയാൾക്ക് ഒരു 8 രൂപ 8 വയസ്സെങ്കിലും കൊടുക്കാം. നിന്റെ പോസ്റ്റ് ഓഫീസ് ചിട്ടി പൈസ ഇപ്പൊ എന്തായാലും കിട്ടാൻ സാധ്യത ഉണ്ടോ? Benzi. സാധ്യത ഇല്ല, തരില്ല. വേറെന്തെങ്കിലും ഉണ്ടോ? കൊച്ചിന്റെ മാലയൊന്നും മറിക്കാൻ എന്താ എങ്ങനെ താനത് കണ്ടല്ലോ? തന്റെ വർക്ക്ഷോപ്പിലെ പയ്യൻ ചെയ്തതാ. എന്തോ ഭാഗ്യത്തിനാ കണ്ണ്. നിങ്ങൾ ആദ്യം അവനെ കൊണ്ടുതാ, എന്നിട്ട് കാറടിക്കുക മനസ്സ് എന്താ ഷാജി ഞാനില്ല പറയുന്നത്. നമുക്ക് വേണ്ട പോലെ പുറത്തു വെച്ച് ഒരു സാധ്യതയില്ല ലാലി. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ പിന്നെ പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താ? പോലില്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ, നിന്റെ അച്ഛനല്ല ഈ കിടക്കുന്ന തൊട്ടിയാ. എന്ത് തൊട്ടിയാ സാറേ? ഞങ്ങൾക്ക് എല്ലാം അറിയാം. ശാസ്ത്രമുള്ളിടത്ത് നിങ്ങൾ ചെയ്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്ത് ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ ഈ ആക്രി കൊണ്ട് ജീവിക്കുന്ന എനിക്കുന്നോ? ഞാൻ ജനിച്ചോളല്ലേ, ജീവിച്ചോളാം. അയ്യോ.
പൈസ കൊടുത്ത് എന്റെ വണ്ടി ഇറക്കണം. എനിക്ക് 20% ഞാൻ കാറൊക്കെ വെറുതെ ഇറക്കാം. വരുമാനം മലയാളത്തിൽ പുറത്താനും പോലെ ഇതിലാണ് താനെ പിടിച്ചത്. താനൊരു കാര്യം മനസ്സിലായി. എടോ, തനിക്ക് ജന്മത്തിൽ കാർ തിരിച്ചു കൊണ്ടുവന്നു. കുട്ടിച്ച വലിയ കിട്ടില്ല. ആ മാതിരി കാശ് പാസ്സാക്കി പെട്ടെന്ന് വിൽക്കും. അയ്യടി വെറുതെ ഈ കാറിന് വേണ്ടിട്ട് ഫാൻ കറങ്ങുന്നത് ഇവിടെ കിടന്ന് മൊത്തം മൊട്ടക്കാം. വന്നപ്പോ മുതൽ മോള് നോക്കി കിടപ്പാണല്ലോ. കുറച്ച് കഞ്ഞി എടുക്കട്ടെ? ഇങ്ങനെ വെട്ടിയിട്ട് വാഴത്തണ്ട് പോലെ കിടന്നാൽ കാറ് കിട്ടുമോ? എന്തുവാടി ഇങ്ങനൊരു പണ്ടൻ. നിങ്ങളല്ലാതെ മണിയെ വിശ്വസിക്കുമോ? ആ കാറിനെ പറ്റി അന്വേഷിച്ചു. Okay. എന്ത് പറഞ്ഞു? ഒരു തീരുമാനമായെന്ന് പറഞ്ഞിട്ട് മണിയനെ കണ്ടപ്പോഴേ മനസ്സിലായി അവൻ കള്ളനാണ്. நீங்க எங்க போறீங்க? നെഞ്ചിനകത്ത് വല്ലാത്തൊരു കട. അയ്യോ അറ്റാക്കാ? ചുമ്മാതെടി. ഇല്ലാത്തോണ്ടാ മോളെ. എന്റെ കാറ് അവന്മാരെ ഞാൻ തൂക്കി വിട്ടാലോ? ഞാൻ സ്റ്റേഷൻ വരെ പോവാം. Okay. നിൽക്കണോ? നല്ലതെന്ന് വിചാരിച്ചാ മതി. ചെറിയ കാർ ഓറ്. അണ്ണ ഇങ്ങനെ താടി Man, he's trying hard to get his car back, but it's not happening. It's gone all, like they were just convincing him and Like, let's pay up something, do Yeah. something, कुछ figure out करके खत्म करते, but no. he is the guy, what we say, stubborn, right? Yeah, he's the that police guy. officer, no, he also wants his car. He was washing the car. It made the police officer more like, no, it's gonna be more difficult to get his car. But you know, this is something like every guy who has a car, who actually No, loves but the car, उसका that emotional is- touch है ना car से. बहुत, It's very yeah, old it's car, very emotional old, touch है. He yeah. has that emotional touch और with the car. इतना so- clean and सब Yeah. कुछ अच्छे से रखना, मेंटेन करके रखना, that is the big thing. Yes. Now let's see, will he get his car back or not? Cool. So guys, let's wait for more. Meanwhile, keep Take care. supporting. Bye bye. Bye-bye. Yeah.